ഹലോ, ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ഉപ്പുമാവ് കഴിച്ചാലോ? നമ്മൾ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ട്, റവ ഉപ്പുമാവ് വെച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെറൈറ്റി ഉപ്പുമാവാണ്. വെജിറ്റബിൾസ് ഒരുപാട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇതൊന്ന് വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓൾറെഡി എണ്ണയും ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടുണ്ടായില്ല. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് രണ്ടും കൂടി എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ 6 kg നെയ്യ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വീണ്ടും കുറച്ചുകൂടി നെയ്യെല്ലാം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എനിക്ക് ഒഴിക്കാം, ഓയിൽ ഒഴിക്കാണ്ട് നെയ്യ് മാത്രമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പരിപ്പ്, എൻ്റെ ഇപ്പോൾ ഉള്ളത് സാമ്പാർ പരിപ്പില്ലേ, ചുവപ്പ് കളറുള്ള, അതാണ് ശരിക്കും വേണ്ടത്. മഞ്ഞ കളറുള്ള പരിപ്പില്ല, അതാണ് കേട്ടോ. പിന്നെ ഉഴുന്നും പരിപ്പ്, ഈ പരിപ്പെല്ലാം കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതൊരു 5-6 മതി കേട്ടോ, അധികം വേണ്ട. ഞാനൊരു 1.5 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസാണ്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, അതുപോലെ പൊട്ടറ്റോ ഒരെണ്ണം നീളത്തിൽ എരിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ നീളത്തിൽ എരിയാം, പക്ഷേ ഞാൻ കുനുകുനുവെന്ന് എരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇടാം. തക്കാളി എൻ്റെ കയ്യിലില്ല. അതുപോലെ ബീൻസിൽ മറ്റേ വലിയ ബീൻസല്ല, ഉരുളം ബീൻസ്, അതും വേവിച്ചതോ അല്ലെങ്കിൽ പച്ച ബീൻസ് കിട്ടുമല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഞാൻ ഇട്ടുള്ളത് സബോളയും വെളുത്തുള്ളി മുഴുവനോടെ ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കും, ഉപ്പ് ഇട്ടിട്ട്. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ അധികം നമ്മൾ വെന്ത് ഇതുപോലെ ആവരുത് കേട്ടോ, അലിഞ്ഞ് പോവരുത്. അപ്പോൾ അതൊന്നും വെറുതെ ഒന്ന് അങ്ങനെ ആവി കയറിയാൽ മതി. അപ്പോൾ തന്നെ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പം ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത്, ഞാൻ കപ്പ് കാണിച്ചു തരാൻ വിട്ടുപോയിട്ടാണ്. ഞാനൊരു സ്റ്റീൽ കപ്പിൻ്റെ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അത് എന്തായാലും ഒഴിച്ച് കൊടുക്കണം. നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ ഇതിൽ ഓരോ ടിപ്സുകളും നിങ്ങൾ വിട്ട് കളയരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. അതിൽ ഓരോരോ ടിപ്പുകൾ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഇട്ടതിന് ശേഷം നന്നായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂണോളം പഞ്ചസാര, അത് മസ്റ്റാണ്, പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷേ ഇത് കിട്ടാലേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം തിളച്ചതിന് ശേഷമാണ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി നല്ല തിളച്ച്